യേശുക്രിസ്തുവിന്റെ ശവസംസ്കാരം വേളയിൽ ശരീരം പൊതിയാൻ ഉപയോഗിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ടൂറിൻ ഷ്രൗഡിനെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതകൾ പുതിയൊരു മാനം നൽകിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ ശാസ്ത്രീയ റിപ്പോർട്ടുകൾ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെയും വിശ്വാസികളെയും ഒരുപോലെ അമ്പരിപ്പിക്കുന്ന രീതിയിൽ ഈ പുണ്യവസ്ത്രത്തിൽ ഇന്ത്യൻ വംശപരമ്പരയുടെ സാന്നിധ്യം കണ്ടെത്തിയതാണ് ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. ഇറ്റാലിയൻ പാദുവ സർവകലാശാലയിലെ പ്രൊഫസർ ജിയാനി ബാർബച്ചിയോയുടെ നേതൃത്വത്തിൽ നടന്ന DNA പരിശോധനയിലാണ് ലോകത്തെ ഞെട്ടിച്ച ഈ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഷ്രൗഡിൽ നിന്ന് ശേഖരിച്ച ജനിതക സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ അതിൽ കാണപ്പെട്ട മനുഷ്യ DNAയുടെ ഏകദേശം 40% ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ളതാണെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കപ്പെടുന്നു. ഈ കണ്ടെത്തൽ കേവലം ഒരു യാദൃശ്ചികതയല്ലെന്നും മറിച്ച് പുരാതന കാലത്ത് ഭാരതവും മിഡിൽ ഈസ്റ്റ് തമ്മിലുണ്ടായ ആഴത്തിലുള്ള വ്യാപാര സാംസ്കാരിക ബന്ധത്തിൽ തെളിവാണെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. വസ്ത്രം നിർമ്മിക്കാൻ ഉപയോഗിച്ച ചണനൂലുകൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തതാകാനുള്ള സാധ്യതയാണ് ഇതിൽ പ്രധാനമായും കൽപ്പിക്കപ്പെടുന്നത്. പുരാതന കാലത്ത് മികച്ച ഗുണനിലവാരമുള്ള വസ്ത്രങ്ങളുടെ ഉൽപാദന കേന്ദ്രമായിരുന്നു ഇന്ത്യയെന്നും അന്നത്തെ റോമൻ സാമ്രാജ്യത്തിലേക്ക് സിന്ധ് പ്രവേശികളിൽ നിന്ന് വലിയ തോതിൽ തുണിത്തരങ്ങൾ എത്തിയിരുന്നതായും ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ഷൗഡിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സിന്തോൺ എന്ന പദം പോലും ഇന്ത്യയിലെ സിന്ധ് എന്ന നാമത്തിൽ നിന്ന് പരിമണിച്ചതുണ്ടായെന്നും ഭാഷാ പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നു. മനുഷ്യ DNAക്ക് പുറമെ സസ്യജാലങ്ങളുടെ DNA പരിശോധിക്കുമ്പോഴും ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ വ്യക്തമായി. ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ചില പയർ വർഗ്ഗങ്ങളുടെയും ഔഷധ സസ്യങ്ങളുടെയും അംശങ്ങൾ ഈ വസ്ത്രത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഒന്നുകിൽ ഈ വസ്ത്രം നിർമ്മിക്കപ്പെട്ടത് ഇന്ത്യയിലാണെന്നാണ്, അല്ലെങ്കിൽ നിർമ്മാണത്തിന് ശേഷം ദീർഘകാലം ഈ വസ്ത്രം ഇന്ത്യയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്നാണ്. ഇന്ത്യയെ കൂടാതെ വടക്കൻ ആഫ്രിക്ക, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള DNA അടയാളങ്ങളും വസ്ത്രത്തിൽ കാണപ്പെടുന്നുണ്ട്. നൂറ്റാണ്ടുകളിലായി ഈ പുണ്യവസ്ത്രം വിവിധ ഭൂഖണ്ഡങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്നും ആ യാത്രക്കിടയിൽ വിവിധ ദേശക്കാരായി മനുഷ്യർ ഇത് സ്പർശിച്ചതിലൂടെയാണ് ഇത്രയും വൈവിധ്യമാർന്ന ജനിതക വിവരങ്ങൾ ഇതിൽ ഉൾച്ചേർന്നതെന്നും ശാസ്ത്രലോകം കരുതുന്നു. വിശ്വാസികൾക്ക് ഇതൊരു അത്ഭുതകരമാകുമ്പോൾ ചരിത്രകാരന്മാർക്ക് ഇത് പുരാതന ലോകത്തെ ആഗോള സമ്പർക്കത്തിന്റെ വലിയൊരു തെളിവാണ്. ടൂറിൻ ഷ്രൗഡിന്റെ ഉത്ഭവം എവിടെയാണെന്ന ചർച്ചകൾ ഇന്നും തുടർക്കഥയാകുമ്പോഴും അതിൽ പതിഞ്ഞ ഭാരതീയ ജനിതക മുദ്രകൾ ചരിത്രത്തെ പുതിയ രീതിയിൽ വായിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.